ടോപ്പ് ലൈ ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചതിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും T20 പരമ്പരയിൽ കളിക്കുന്നത് ആരാധകർക്ക് ആവേശം ഇരട്ടിയാക്കി. ആർക്കും അധികം പ്രതീക്ഷയില്ലാതിരുന്ന പ്രഖ്യാപനമായിരുന്നു അത്. ഇരുവരും T20 ക്രിക്കറ്റ് ഉപേക്ഷിച്ചെന്ന് കരുതിയ ആരാധകർക്കും അതുപോലെ തന്നെ ഈ അഫ്ഗാൻ പരമ്പരയ്ക്കും ഇത് കൂടുതൽ ഉണർവ് നൽകും. T20 വേൾഡ് കപ്പിന് മുൻപുള്ള ഏക T20 പരമ്പരയാണിത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സഞ്ജു സാംസന്റെ വരവ്. ഏകദിന വേൾഡ് കപ്പ് വരുമ്പോൾ T20യിലും T20 വേൾഡ് കപ്പ് വരുമ്പോൾ ഏകദിനത്തിലും കാണുന്ന പതിവ് തെറ്റിച്ചാണ് സഞ്ജു സാംസൺ സ്ക്വാഡിൽ ഇടം പിടിച്ചത്. KL രാഹുലും ശ്രേയസ് അയ്യരും ഇഷാൻ കിഷൻ എന്നിവരെ ഒഴിവാക്കിയാണ് സഞ്ജു സാംസൺ സ്ക്വാഡിൽ ഇറങ്ങിയെത്തിയത്. KL രാഹുൽ ഒഴിവാക്കാൻ കാരണം T20യിൽ ഓപ്പണിംഗിൽ അധികം ഇറങ്ങുന്ന താരമാണ് KL രാഹുൽ. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയെ കൂടാതെ ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ഉള്ളതിനാൽ താരത്തിന് തൽക്കാലം സ്ഥാനമില്ല. കൂടാതെ T20 ക്രിക്കറ്റിൽ KL രാഹുൽ അധികം മിഡിൽ പൊസിഷനിൽ കളിച്ചിട്ടില്ല. വിക്കറ്റ് കീപ്പറും മിഡിൽ പൊസിഷനിൽ അധികം കളിച്ചിട്ടുള്ള താരവുമാണ് സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും. അങ്ങനെയാണ് താരങ്ങൾക്ക് ചാൻസ് വീണത്. കൂടാതെ എല്ലാ പൊസിഷനിലും ഇന്ത്യ സഞ്ജുവിനെ പരീക്ഷിച്ചത് ഇവിടെ ഉപകാരമായി മാറി. ഇതിൽ സീനിയർ താരം സഞ്ജു ആയതിനാൽ താരത്തിന് ഈ പരമ്പരയിൽ കളിക്കാൻ അവസരം ലഭിക്കും. ഫിനിഷർ റോളിൽ സഞ്ജുവും റിങ്കു സിംഗും ആയിരിക്കും സ്ക്വാഡിൽ ഉണ്ടാവുക. ശ്രേയസ് അയ്യരെയും ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല. താരത്തിന് പകരം തിലക് വർമ്മയാണ് ഈ സ്ക്വാഡിൽ ഇടം പിടിച്ചത്. ഇഷാൻ കിഷനും അങ്ങനെ തന്നെ. ഓപ്പണിംഗിൽ ഇടം കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീം. രാഹുലിനും ഇഷാൻ കിഷനും ഒരേ അവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടാൻ IPL മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ വീണ്ടും ഇതിന് മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും തിരിച്ചു വന്നാൽ മികച്ച ടീം തന്നെയാവും T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ഇറങ്ങുക. ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും ഇന്ത്യ വിശ്രമം നൽകിയിരുന്നു. ആത്മവിശ്വാസത്തോടെ സഞ്ജു സാംസന് കളിക്കാൻ സാധിക്കും. കാരണം രോഹിത് ശർമ്മയുടെ പൂർണ്ണ പിന്തുണ ഇതിന് പിന്നിലുണ്ട്. കൂടാതെ സഞ്ജുവിന്റെ സമീപകാല സെഞ്ചുറിയും അതുപോലെ തന്നെ ഫോമും BCCI വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനെതിരെ തകർപ്പൻ പ്രകടനം നടത്തുക, കൂടാതെ IPLലും ഇതേ ഫോമിൽ തന്നെ തുടർന്നു കഴിഞ്ഞാൽ സഞ്ജുവിന് ഇത്തവണ വേൾഡ് കപ്പ് മിസ്സാകില്ല. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.